കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുക, അത് ഭരണത്തെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിൻ്റെ വിജയപ്രഖ്യാപനമാണ് ഇന്ന് മുഖ്യമന്ത്രി അവിടെ നടത്തിയത്. RSS 400 സീറ്റിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ BJP വീണ്ടും ഒരു ഭരണത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കും എന്ന് തന്നെയായിരുന്നു. ഭരണഘടന അട്ടിമറിക്കും എന്ന് ശക്തമായി ഈ രാജ്യത്ത് ക്യാമ്പയിൻ നടത്തിയത് ഇടതുപക്ഷമാണ്. ഒരു യുവജന സംഘടനാ നിലയിൽ ഞങ്ങളും ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തിനാണ് PM ശ്രീ പദ്ധതി പോലൊരു സാധനത്തിൽ പോയി കേരള സർക്കാർ തലവെച്ച് കൊടുത്തത്? നികുതി വിഹിതം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് തുടർച്ചയായി നിഷേധിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ വലതുപക്ഷവും കേരളത്തിൻ്റെ പ്രതിപക്ഷവും എങ്ങനെയാണ് സമീപിച്ചത് എന്നുകൂടി നമ്മളിവിടെ ചർച്ച ചെയ്യണ്ടേ. PM ശ്രീയിൽ ഒപ്പിടാതെ കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു കാലമാണ് VD സതീശൻ കാത്തുക്കുന്നത്. എന്നിട്ട് വേണം VD സതീശന് KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഇറക്കിയിട്ട് കുട്ടികളെ രംഗത്തിറക്കി പിണറായി വിജയൻ്റെ ഈ മുടിഞ്ഞ ഭരണം കൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ. നിങ്ങളെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ഈ വരും തെരഞ്ഞെടുപ്പെ കാണുന്നത്? എന്തടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ മനുഷ്യരോട് വോട്ട് ചോദിക്കുന്നത്? മുഖ്യമന്ത്രിയാവാൻ MP മാർ മത്സരിക്കുന്നു, മുഖ്യമന്ത്രിയാവാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇങ്ങോട്ട് വരുന്നു, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വേറൊരു ഭാഗത്തു നിന്ന്, മുൻ KPCC പ്രസിഡന്റ് വേറൊരു ഭാഗത്ത്, പഴയ KPCC പ്രസിഡന്റ് വേറൊരു ഭാഗത്ത്. ഗാന്ധിയെ പോലും തിരുത്തിയിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ ശക്തമായ ഒരു ആശയപരിസരം, അതിൻ്റെ നേതാവിൻ്റെ നാടാണ് ഈ കേരളം എന്ന് ഒരു തലമുറയെ നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങളുടെ സർക്കാരല്ലേ ഭരിക്കുന്നത്? അല്ല, ഞങ്ങളെന്തിനാണ് പേടിക്കുന്നത്? കേരളം 40 കിലോമീറ്റർ വേഗതയിൽ പോയാൽ മതി. ആർക്കാണ് അത്ര ധൃതി എന്നാണ് ഇവർ ചോദിക്കുന്നത്. പിണറായി ഭരിക്കുമ്പോൾ ദേശീയപാത വികസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിണറായി ഭരിക്കുമ്പോൾ മറ്റേ തുരങ്കപാത പാടില്ല, പിണറായി ഭരിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയും ഉണ്ടാവാൻ പാടില്ല. അത് വീണ്ടും ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾ അംഗീകാരം കൊടുത്തേക്കുമോ എന്ന ഭയത്തിൽ നിന്ന് മാത്രമാണ് ഈ സമരമൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ ജനങ്ങളെന്തെങ്കിലും വിശാലമായ താല്പര്യത്തെ മുൻനിർത്തിയിട്ടല്ല. കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വിഷമം പിടിച്ച പദവിയിലിരിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. CPM നേതൃത്വം നൽകുന്ന LDF സർക്കാർ 10ാമത്തെ വർഷമാണ് കേരളത്തിൽ. DYFI ആകട്ടെ ആ സംഘടന സ്വയം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സമര സംഘടന എന്നുള്ളതാണ്. 10 വർഷത്തെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. DYFIക്ക് അതിന് ന്യായങ്ങളുണ്ടാകും, പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. DYFIയുടെ കേരളത്തിലെ പ്രവർത്തനത്തെക്കുറിച്ച്, ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അവയ്ക്ക് DYFI എന്ത് പരിഹാരമാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച. സ്വാഗതം സനോജ്. നമസ്കാരം. എൻ്റെ ചോദ്യം ഇതാണ്. DYFIക്കാരെ കുറിച്ച് പറയുമ്പം വലിയ സമരത്തിൻ്റെ ചരിത്രമുള്ള സംഘടനയാണ്. 10 വർഷമായി LDF സർക്കാർ അധികാരത്തിരിക്കുന്നു. CPMൻ്റെ നേതാക്കൾ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളിലിരിക്കുന്നു. പഴയ DYFIക്കാരും SFIക്കാരും ഒക്കെ മന്ത്രിമാരായിരിക്കുന്നു. ഒരു സംഘടന എന്ന നിലയ്ക്ക്. പക്ഷേ DYFI ഇപ്പോഴും കേരളത്തിൽ അങ്ങേയറ്റം സജീവമാണ്. ഈ 24/7 എന്ന നിലയ്ക്ക് തന്നെ DYFIക്കാരുണ്ട്. 2 DYFIക്കാരുടെ നമ്പർ വാങ്ങി വെച്ചോളാൻ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരവസ്ഥയുണ്ട്. DYFI എന്താണ് കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? DYFI നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ സമരമെല്ലാം മാറ്റിവെച്ചിട്ട് മറ്റെന്തോ കാര്യം ചെയ്യുന്നു എന്നൊരു ധ്വനി നിങ്ങളുടെ ചോദ്യത്തിലുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിലുള്ള പല വിമർശകർ മാത്രമല്ല, DYFIയെ നേരത്തെ നല്ല നിലയിൽ കാണുന്നവരും അങ്ങനെ ചില സന്ദേഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ വലിയ അടിസ്ഥാനമില്ല. DYFI ഒരേ സമയത്ത് സമര സംഘടനയാണ്, ഒരേ സമയത്ത് സന്നദ്ധ സംഘടനയാണ്, സേവന സംഘടനയാണ്, സാംസ്കാരിക സംഘടനയാണ്, കായിക മേഖല ഇടപെടുന്ന സംഘടനയാണ്. ഇങ്ങനെ പല മുഖങ്ങളും DYFIക്കുണ്ട്. ഇപ്പോൾ ഇവിടെ സമരം എന്ന് പറയുന്നത് പലരും സമരത്തിൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു സമരം, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അങ്ങനെയുള്ള ചില ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ശക്തമായൊരു സമരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ DYFIയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു യുവജന സംഘടന ഏറ്റെടുക്കേണ്ട സമര സംഘടനാ സേവന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഭംഗിയായി ഏറ്റെടുക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ടും സമരമെന്ന് പറയുമ്പോൾ യുവാക്കളുടെ വിഷയങ്ങളെ മുൻനിർത്തിയിട്ടാണ് പ്രധാനമായിട്ടും DYFI സമരം ചെയ്യാറുള്ളത്. ഇന്നിപ്പം നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മയെ മുൻനിർത്തിയിട്ട് ശക്തമായ സമരം ചെയ്യുന്ന മറ്റേത് സംഘടനയുണ്ട്? ഇപ്പം കഴിഞ്ഞ 2 മാസം മുന്നെയാണ് ഡൽഹിയിൽ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. ആ സമരപ്രഖ്യാപന കൺവെൻഷനിൽ
ഏറ്റവും പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം തൊഴിലില്ലായ്മയും വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അത് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ പ്രഭാത് പട്നായിക്കായിരുന്നു. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം അതിനകത്തുണ്ടായിരുന്നു. ഇന്ത്യയിലെ 10-28 സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തം ആ പരിപാടിക്കകത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ ചെയ്ത സമരത്തിൻ്റെ തുടർച്ചയിൽ രാജ്യത്തുടനീളം ശക്തമായ സമരം തന്നെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവതരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ യുവാക്കളുടെ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന മാറ്റവും അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടി അന്ന് ആ ദിവസം വലിയ വാർത്തയായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് രാജ്യത്തുടനീളം വലിയ വാർത്തയായി. അന്ന സെബാസ്റ്റ്യൻ്റെ അമ്മ അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്ത കമ്പനി മേധാവിക്ക് എഴുതിയിട്ടുള്ള കത്ത് പുറത്തു വന്നു. യഥാർത്ഥത്തിൽ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്ത ആരാണ്? ഇപ്പോൾ റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന ഒരു നിയമം അത് ഈ രാജ്യത്ത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യമായി ഒരു പ്രൈവറ്റ് ബിൽ അവതരിപ്പിച്ചത് DYFയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ആ സമരപ്രഖ്യാപന കൺവെൻഷനിൽ ഈ വിഷയത്തെ മുൻനിർത്തിയിട്ട് ഒരു ചർച്ച തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനം വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് യുവാക്കൾ അനുഭവിക്കുന്ന വർക്ക് ലൈഫ് ബാലൻസിൻ്റെ വിഷയം, തൊഴിലില്ലായ്മ, തൊഴിൽ സമയം കൂടുമ്പോഴുണ്ടാകുന്നവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആത്മഹത്യ, റൈറ്റ് ടു ഡിസ്കണക്റ്റ് തുടങ്ങിയിട്ടുള്ള പുതിയ കാലത്തെ ഈ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ആണല്ലോ ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമരം. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട നിങ്ങൾ പറയുന്ന സമരങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ റെയിൽവേ യാത്രാ പ്രശ്നം മുൻനിർത്തി ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തിയ സംഘടന DYFI. അത് ഞങ്ങളുടെ കാലത്ത് ഇപ്പം നേരത്തെ DYFI മനുഷ്യച്ചങ്ങല നടത്തിയിട്ടുണ്ട്, മനുഷ്യക്കോട്ട കിട്ടിയിട്ടുണ്ട്. ആ മനുഷ്യക്കോട്ടയും മനുഷ്യച്ചങ്ങലയുടെയും ചരിത്രത്തിന് ശേഷം സമീപകാലത്ത് കേരളത്തിലെ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് DYFI നടത്തിയ ഏറ്റവും വലിയ സമരമായിരുന്നു, 20 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്ത സമരമായിരുന്നു മനുഷ്യച്ചങ്ങല. 2024 ജനുവരിയിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൽ 20 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. ആ മനുഷ്യച്ചങ്ങല പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേന്ദ്ര അവഗണനയാണ്, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന. നമ്മൾ കാണുകയാണല്ലോ, ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരിട്ട് കണ്ടു, ഓരോ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര അവഗണന ചൂണ്ടിക്കാണിച്ച് യുവാക്കളെ സംഘടിപ്പിച്ചു. അഗ്നിപഥിൻ്റെ വിഷയം ഞങ്ങൾ ഉന്നയിച്ചു. നേരത്തെ സൈനിക മേഖലയിലേക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ അവിടെ സർവീസിന് നിയോഗിക്കപ്പെടുന്ന ചെറുപ്പക്കാരൻ ചുരുങ്ങിയൊരു 15 വർഷമെങ്കിലും അവിടെ സേവനം അനുഷ്ഠിക്കാൻ കഴിയുമായിരുന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് 5 വർഷമാക്കി ചുരുക്കി. അപ്പോൾ സൈനിക മേഖലയിലെ കരാർവൽക്കരണത്തിനെതിരായി രാജ്യത്ത് നടന്ന ഏറ്റവും ശക്തമായ സമരം DYFI ആണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംബന്ധിച്ചും, ഇപ്പം മദ്യം, മയക്കുമരുന്ന്, അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ, അതിനകത്തെല്ലാം DYFI നടത്തിയതുപോലെ വേറെ ആരുണ്ട് സമരം നടത്തിയിട്ട്, അല്ലെങ്കിൽ അത്തരം ക്യാമ്പയിനുകൾ ആരാണ് എടുത്തിട്ടുള്ളത്? ആരും ഏറ്റെടുത്തിട്ടില്ല. മറ്റെല്ലാവരും ഇങ്ങനൊരു വിഷയം ഉയർന്നു വരുമ്പോൾ പ്രസ്താവന നടത്താനും അതുമായി ബന്ധപ്പെട്ട റീൽസുകൾ പ്രചരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയെല്ലാമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമായിരിക്കും. പക്ഷേ ഗ്രൗണ്ടിൽ തെരുവിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത് DYFI മാത്രമാണ്. അതിപ്പം രക്തദാനമായി കഴിഞ്ഞാലും, നേത്രദാനമായി കഴിഞ്ഞാലും, അവയവദാനത്തിൻ്റെ ക്യാമ്പയിനായി കഴിഞ്ഞാലും, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമായി കഴിഞ്ഞാലും, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓടിയെത്തുന്നവരായി കഴിഞ്ഞാലും, സ്കൂളുകൾ തുറക്കുമ്പോൾ അവിടെ ആ സ്കൂളുകളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളുകളായി കഴിഞ്ഞാലും, ഏത് ദുരന്തമുഖത്തും ഞങ്ങളവിടെ ഉണ്ട്. ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരെ ആളുകൾ എത്രത്തോളം കാണാൻ കഴിയും ചോദിച്ചാൽ ചിലപ്പോൾ ചില പ്രഖ്യാപനത്തിനെല്ലാം ഭാഗമായിട്ട് ഒരു ഷോ ഒക്കെ കാണാൻ കഴിയുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചല്ലോ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പുതിയ കാലത്ത് അതിജീവിച്ച് പോകുന്നത് എന്ന്. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളവിടെ സന്ദർശിച്ചു. ഞാനന്ന് തിരുവനന്തപുരത്തായിരുന്നു. അന്ന് പുലർച്ചെ 4 മണിക്കാണ് എനിക്ക് വിവരം കിട്ടുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ആശങ്കയുണ്ടായി. വയനാട്ടിലേക്ക് പോകണോ? പെട്ടെന്ന് 5 മണി സമയത്തേക്ക് വീണ്ടും TV നോക്കുമ്പോൾ കുറേ കൂടി ഭീകരമാണ് ദൃശ്യങ്ങൾ. അപ്പോൾ നമ്മളൊന്നും ആലോചിച്ചില്ല, നേരെ അവിടെ നിന്ന് സാധാരണ ഫ്ലൈറ്റ് യാത്ര അങ്ങനെ ചെറിയ ദൂരത്തേക്ക് പോകില്ലല്ലോ. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അവിടെ എത്തണം എന്നുള്ളതാണ്. അങ്ങനെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിന് കണ്ണൂരേക്ക് പുറപ്പെടുകയാണ്.
കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടേക്ക് വരികയാണ്, DYFയുടെ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ അങ്ങോട്ട് വരികയാണ്. അപ്പം അന്ന് രാത്രിയോടുകൂടി ഞങ്ങളെല്ലാം അവിടെ ക്യാമ്പ് ചെയ്തു. ആ ദുരന്തമുഖത്ത് ഞങ്ങളവിടെ എത്തി. തൊട്ട് പിറ്റേ ദിവസം ഞങ്ങളവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തുന്നു. അപ്പം അതെല്ലാം ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി, കാരണം DYFI പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കും എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിതെല്ലാം സമരമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ഞങ്ങളുടെ സമരപ്രവർത്തനവും ഇടപെടലായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഹിന്ദുത്വ ആശയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വിഭാഗീയ വിഭജന ചിന്തകൾക്കെതിരായിട്ടുള്ള ശക്തമായ ആശയ സമരമാണ്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പം ഞങ്ങൾ YLF എന്ന പേരിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2 എഡിഷനായി സംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ആശയം തന്നെ സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ വൈവിധ്യങ്ങളുടെ ആഘോഷം. അപ്പോൾ വളരെ ഏകശിലാത്മകമായ നിലയിൽ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ കൊണ്ടുപോകുന്ന ഹിന്ദുത്വ ആശയത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരത്തെ എന്താണ് കാണാതെ പോകുന്നത്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും രാഷ്ട്രീയ നേതൃത്വത്തെയെല്ലാം എത്തിച്ചുകൊണ്ട് ഈ അപകടം സംബന്ധിച്ച് പുതിയ തലമുറയുമായി സംവദിക്കുകയാണ്. അതവിടെ മാത്രം അവസാനിച്ചിട്ടില്ല. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ കണ്ണുയർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വില്ലേജിൽ ഒരു പരിപാടി, അല്ലെങ്കിൽ ഒരു മേഖലയിൽ ഒരു പരിപാടി, ബ്ലോക്കിൽ, ജില്ലയിൽ, അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ എണ്ണം നോക്കുമ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നടത്തുന്ന ഈ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലാണ്. അപ്പം അതിൽ നമ്മളിപ്പോൾ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ പേര് മവാസോ എന്നായിരുന്നു. അതൊരു ആഫ്രിക്കൻ വേർഡാണ് മവാസോ എന്ന് പറഞ്ഞാൽ. അത് ഐഡിയ, ആശയങ്ങൾ എന്ന അർത്ഥത്തിലാണ് അതിനെ എടുത്തത്. അപ്പം ഞങ്ങൾ അതിനകത്ത് മുന്നോട്ട് വെച്ചത് കേരളം ഇന്ന് ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള ഒരു നാടായിട്ട് മാറി. അതിപ്പം ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും അതിനെ അംഗീകരിക്കേണ്ടി വന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന അഡ്രസ്സ് ചെയ്തത് എന്നത് നിങ്ങൾ പരിശോധിക്കണം. അപ്പോഴാണ് രാജ്യത്ത് മാത്രമല്ല ലോകത്താദ്യമായിട്ട് ഒരു യുവജന സംഘടന ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഏതാണ്ട് 4000-ൽ കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായത്. അതിനകത്തുള്ള പിച്ചിങ് കോമ്പറ്റീഷൻ വെച്ചു. ഏറ്റവും നല്ല ഐഡിയ അവതരിപ്പിക്കുന്ന ടീമിന് 50,000 രൂപ ഞങ്ങൾ സമ്മാനം കൊടുത്തു. അങ്ങനെ 5 ടീമിനെ ഞങ്ങളവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഏതാണ്ട് 750-ൽ കൂടുതൽ പുതിയ തലമുറ, അതായത് യുവാക്കൾ അവിടെ വന്ന് 3 സ്റ്റേജുകളിലായി അവരുടെ ഐഡിയ അവതരിപ്പിച്ചു. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആളുകളും വിവിധ വകുപ്പുകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്ന് ആ കാര്യങ്ങൾ പരിശോധിച്ചു, അവർ മാർക്കിട്ടു. എല്ലാം മികച്ച കാര്യമായിരുന്നു. അവരുടെ സംരംഭങ്ങളിലേക്ക് നീങ്ങിയോ? പിന്നീട് അവരുടെ ഐഡിയ ആണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഐഡിയ ഏറ്റെടുക്കാൻ ആളുകൾ വേണമല്ലോ. ഇപ്പോൾ എല്ലാം കോളേജിൽ പഠിക്കുന്ന 3 കുട്ടികൾ ഒരു ഐഡിയ അവതരിപ്പിച്ചാൽ അവർക്കത് ഒരു സംരംഭമാക്കി മാറ്റാനുള്ള മൂലധനം അവർക്കില്ല. ഞങ്ങളത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി KN ബാലഗോപാലും മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ P രാജീവ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പരിപാടിയിൽ നിന്ന് അവിടെ വന്നിരുന്നു. അവരും ഈ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് മികച്ച ഒരു 50 ആളുകളുമായിട്ട് ഞങ്ങൾക്കും ഒന്നിരിക്കാം എന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് നിശ്ചയിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ഏഞ്ചൽ ഫണ്ട് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതുമാത്രമല്ല, ആ 50 ആളെ ഇരുത്തുമ്പം അവർക്ക് അവരുടെ ഐഡിയ പ്രദർശിപ്പിക്കുന്ന ആ ഹാളിൽ അത് കേൾക്കാൻ വേണ്ടി സംരംഭകരെ, നമ്മളെ നിക്ഷേപകരെ കൂടി വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു തുടർ പ്രോസസ്സായിട്ട് വരും. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വന്ന ഒരു 50 ആൾക്കെങ്കിലും സംരംഭം തുടങ്ങാനാവശ്യമായ ഫോളോ അപ്പ് വർക്കാണ് DYFI എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്ക് ജോലി കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നല്ല, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എങ്ങനെയാണ് തൊഴിലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സമരം നടത്തുന്നതോടൊപ്പം തൊഴിലാത്ത ചെറുപ്പക്കാരുടെ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾ കാണുന്നത്.
വലിയ തോതിൽ അരാഷ്ട്രീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് കേരളം. രാജഭരണമൊക്കെ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വാട്സപ്പ് ഫോർവേഡുകളിലൊക്കെ മഹാരാജാവ് മോശക്കാരൻ എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല, പക്ഷേ എന്തൊരു ഗംഭീര ഭരണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളുണ്ട്, ഒരു NGO വർത്തമാനങ്ങൾ. DYFI എങ്ങനെ കാണുന്നു ഇതിനെ? ഈ രാഷ്ട്രീയ നിങ്ങൾ ഈ പറയുന്ന പോലെ പല രംഗത്ത് ഇടപെടുന്നുണ്ടെങ്കിലും, തെരുവിലുണ്ട്, ഈ പറയുന്ന പോലെ ആശയപ്രചരണ രംഗത്തുണ്ടെങ്കിലും, ഈ ചെറുപ്പക്കാരിലുള്ള അരാഷ്ട്രീയവൽക്കരണം എന്നുള്ളത് എത്രത്തോളം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക, എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? ചെറുപ്പക്കാർ മൊത്തം അരാഷ്ട്രീയവാദികളാണെന്ന് അഭിപ്രായം ഇല്ല. ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഇത് ശക്തിപ്പെടുന്നുണ്ട്. അത് ഈ പുതിയ ഒരു മാറ്റമാണ്. അതിലെന്താ വെച്ചാൽ പ്രധാനമായിട്ടും ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പൊതു ഇടങ്ങൾ അത് കുറച്ചുകൂടി ശക്തിപ്പെടേണ്ടതുണ്ട്. ഇപ്പം നാട്ടിൻപുറത്തെ കളിസ്ഥലങ്ങൾ, വായനശാല, പൊതുപരിപാടികൾ, ഇതിനകത്തേക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് കാണുന്നത്. പലപ്പോഴും ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ അവരുടെ ട്യൂഷൻ, അവരുടെ കോച്ചിങ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആളുകൾ പല പല വഴിക്ക് പോവുകയാണ്. ഇപ്പം 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി ഈ +1 എവിടെയാണ് അഡ്മിഷൻ, എവിടെയാണ് നല്ല കോച്ചിങ്, അപ്പോൾ അത് കഴിയുന്നു. അത് കഴിഞ്ഞ് അവിടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ചേരുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പിന്നെ ക്യാമ്പസ് റിക്രൂട്ടിനൊക്കെ ഭാഗമായിട്ട് എവിടെയെങ്കിലും പോകുന്നു. അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ അവർ നേരെ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പോകുന്നു. ഇങ്ങനെയാണ് ആളുകളിങ്ങനെ ഈ പുതിയ ആളുകൾ വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചിലപ്പോൾ നാട്ടിൽ സാധാരണ സ്കൂൾ SFI ചിലപ്പോൾ അങ്ങനെ അവർക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നില്ല. ഒരു റെഗുലർ കോളേജിൻ്റെ ഭാഗമായിട്ടൊരു വിദ്യാർത്ഥി സംഘടനാ ജീവിതം അവർക്ക് ഉണ്ടാവുന്നില്ല. ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണ നമ്മൾ കാണുന്ന ചെറുപ്പക്കാരുടെ ജീവിതം അവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് അവരിലേക്ക് എത്താൻ കഴിയുക? ഇപ്പോൾ അവരങ്ങനെ പോകുന്നുണ്ട്, അവരൊന്നും മോശക്കാരല്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ അവരുടെ മനസ്സും ചിന്തയും എത്തണമെന്നില്ല. അപ്പോൾ അവരിലേക്ക് സോഷ്യൽ മീഡിയ വഴിയും അവരെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നൊക്കെയാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഞങ്ങളിപ്പോൾ അതിനും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം പ്രൊഫഷണൽ മേഖലയിൽ ഞങ്ങൾ DYFI ശക്തമായി ഇടപെടുന്നു. ഞങ്ങളിപ്പം നെക്സ്റ്റ് ജെൻ കേരള തിങ്ക് ഫെസ്റ്റിവൽ എന്നിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇത്തരം ആളുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. മവാസോ നടത്തിയപ്പോഴും ഇതുപോലെയുള്ള 3000 ആളുകളാണ് പങ്കെടുത്തത്. ഇവരെല്ലാം മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജൊക്കെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നാട്ടിലങ്ങനെ സജീവമായി നിൽക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ്. അപ്പോൾ അവരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിരാശപ്പെട്ട ഒരു സാഹചര്യമൊന്നുമില്ല. ആളുകളെ നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ പോയി കാണണം. എന്താണോ അവരിൽ എത്താൻ കഴിയുന്ന സങ്കേതം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അത് നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ അതിൻ്റെ ചില വേഗതക്കുറവൊക്കെ ഉണ്ടെങ്കിലും അതിലേക്ക് എത്താൻ കഴിയും എന്നാണ് DYFI വിശ്വസിക്കുന്നത്. അതിലേക്ക് ഞങ്ങൾ എത്തും. സമൂഹത്തിൽ DYFIയുടെ സാന്നിധ്യത്തെക്കുറിച്ച് എനിക്ക് തർക്കമില്ല. കാരണം അത് നിങ്ങൾ ഒരു ദിവസം 60,000 ഭക്ഷണപ്പൊതികളിൽ ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിൽ എനിക്ക് തർക്കമില്ല. എൻ്റെ പ്രശ്നം ഇത് നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് തന്നെ ചില ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളം അതിഭീകരമായിട്ട് വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. വർഗീയവൽക്കരണത്തെക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് ചരിത്രവിരുദ്ധരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ 10-200 വർഷം കൊണ്ട് കേരളം നേടിയ സാമൂഹ്യ പുരോഗതി, രാഷ്ട്രീയ പുരോഗതി, സാമ്പത്തിക പുരോഗതി, ഇതൊക്കെ ട്രാഷ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ നവോത്ഥാനം എന്ന് പറഞ്ഞ് അവസാനത്തെ മനുഷ്യന് അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമൂഹമാക്കി മാറ്റാനുള്ള വലിയ ശ്രമം കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്തായാലും നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി തിരിച്ചു പോകുന്ന ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഇപ്പം ജീവിക്കുന്നത് പോലെ തന്നെ ആരാണ് പണ്ടും ജീവിച്ചിരുന്നത് എന്നുള്ള മട്ടിൽ. അത് പോയിട്ടിപ്പം നമുക്ക് നവകേരളമല്ല വേണ്ടത്, പിന്നെ നമുക്കൊണ്ട് വേണ്ടത് പുരാതന സുന്ദര കേരളമാണ് എന്ന് പറഞ്ഞ് പിന്നെ ആളുകൾ വഴിയിൽ കൂടി ജാഥ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം DYFIയുടെ ശ്രദ്ധയിൽ എത്രത്തോളം ഉണ്ട്? നിങ്ങളിതിനെ എങ്ങനെ കാരണം ഞാനിത് കാണുന്നത് ഈ അടുത്തായിട്ടാണ്. ഇത് ഇത്രയും കാലം നമുക്കുണ്ടായിരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിങ്ങനെ നമ്മുടെ സുന്ദര പുരാതന കാലത്തെക്കുറിച്ച് പറയും. ഇത് പറഞ്ഞുകൊണ്ട് മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങുന്നു. അതിങ്ങനെ അമ്പരന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങളത് എങ്ങനെയാണ് കാണുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇത്
ഞാനെന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുമല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വളരെ ഗൗരവമായി ഇനിയും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കതിനകത്ത് തോന്നുന്നത്, കെ.എൻ. മാഷ് എപ്പോഴും ഇങ്ങനെ സംഭാഷണമൊക്കെ പറയാറുണ്ട്, കേരളം ഇപ്പോൾ പറച്ചിൽ പുരോഗമനം മാത്രമേ ഉള്ളൂ, ചെയ്യൽ പുരോഗമനം ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ ആളുകൾക്ക് ഇതെല്ലാം ഇങ്ങനെ സെമിനാറുകളിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ പറയാനൊക്കെ വലിയ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും ഓരോ ആളുടെയും വ്യക്തിജീവിതത്തിലും അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോഴൊക്കെ അങ്ങേയറ്റം ഇടുങ്ങിയ മനസ്സുള്ളവരായിട്ട് മാറുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നമ്മൾ ഉപേക്ഷിച്ച ജാതി ചിന്ത, തറവാട്ട് മഹിമ, തറവാട്ട് സംഗമങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള അങ്ങേയറ്റം ഇടുങ്ങിയ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൂട്ടായ്മകൾ ശക്തിപ്പെടുന്നുണ്ട്. അതിൽ ആധുനിക സാങ്കേതിക വിദ്യ നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ടെന്നതാണ് ഒരു അപകടം. ഇപ്പോൾ അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് കാണിച്ചു തന്നു. അവരുടെ ജാതീയമായിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഇയാളെ ചേർത്താണ്. ഇയാൾ എൻ്റെ സുഹൃത്ത് അങ്ങനെ ജാതീയമായി ആ നിലയിൽ ചിന്തിക്കുന്ന ആളല്ല. അപ്പോൾ ചേർത്ത്, അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് നമുക്ക് വേണ്ട ഒരു കൂട്ടായ്മ. അത് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇവരെ ഈ പണിയെടുക്കുന്നത്. അയാൾ റിട്ടയർ ചെയ്ത് വേറെ അധികം പണിയൊന്നുമില്ല. അപ്പോൾ അയാളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അയാളുടെ ജാതീയ തറവാട്ടുമായിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് ഉഷാറാവണം, എല്ലാവരും നോക്ക്, ഓരോ ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഓരോ മതത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഇന്ന മതത്തിൽപ്പെട്ടവർ നോക്ക്, ഇങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഒന്ന് ഉഷാറാക്കണം. അപ്പോൾ വിശാലമായിട്ടുള്ള ചിന്തയില്ല. അപ്പോൾ എന്താ പറയുക, സോദരത്വേന എന്നൊരു ആശയത്തെ മുൻനിർത്തിയിട്ട് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരാശയത്തെ പുലുകുന്നതിന് പകരം അങ്ങേയറ്റം ഇടുങ്ങി ഇതിനൊരു അന്തസ്സുണ്ട് എന്നാണ് ഇവർ കരുതുന്നത്. ഇതൊക്കെ ഒരു അന്തസ്സുള്ള കാര്യമാണ് എന്ന് കരുതുന്ന ഒരു നിലയുണ്ട്. അത് പുതിയ തലമുറ മാത്രമല്ല, എനിക്കൊന്നും ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നത്. എൻ്റെ പ്രശ്നം അതാണ്. അതായത് ഞാനിത് കാണുന്നത്, അതായത് അതാണ് അതിൻ്റെ ഒരു പാരഡോക്സ്, വിരോധാഭാസം എന്ന് പറയുന്നത്. അതായത് കേരളം ഈ എന്തിനോടൊക്കെ ഫൈറ്റ് ചെയ്തു, അതായത് ജാതീയത, സാമൂഹ്യ തിന്മകൾ, പിന്നെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം, ഇതിനൊക്കെതിരെ വലിയ യുദ്ധം ചെയ്ത ഒരു സമൂഹം എന്ന നിലയ്ക്കാണ്. നമ്മൾ വലിയ പണം ഇൻവെസ്റ്റ് ചെയ്തു, രാഷ്ട്രീയമായിട്ട് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഗുണഫലം കിട്ടിയ എൻ്റെ പ്രായത്തിൽ ഇത്രയോ കൂടുതലുള്ള ഇവരൊക്കെ ജാതീയതയില്ലാതെ ജീവിച്ച, സർക്കാർ സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി വിദ്യാഭ്യാസവും ആരോഗ്യവും നിലനിർത്തിയ മനുഷ്യരാണ് ഇതിനെയൊക്കെ ട്രാഷ് ചെയ്തുകൊണ്ട് തിരിഞ്ഞടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതെങ്ങനെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമായിട്ട് മാറുകയല്ലേ അത്? അവർ വഴിയിലിറങ്ങി വർത്തമാനം പറയാൻ തുടങ്ങി. ഇത്രയും കാലം ഈ വാട്സപ്പ് കൂട്ടായ്മകളിൽ ഇറങ്ങി. അപ്പോൾ ഇതിന് നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു തെറ്റാണെന്നൊരു ബോധം ഉണ്ടായിരുന്നു. ഇപ്പം അതിന് പകരം അവർ കുറേ കൂടി സംഘടിതമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു അന്തസ്സുണ്ടെന്ന്. അതെ, ഒരു അന്തസ്സുണ്ട്. അത് കൃത്യമായിട്ടൊരു ആസൂത്രണം ഉണ്ട്. ഒന്ന്, ഈ മൂലധന താല്പര്യങ്ങളുടെ ഭാഗമായിട്ടൊരു ആശയ പ്രചരണം ഒരു ഭാഗത്ത് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് ഉണ്ട്. രണ്ടാമത്, കേന്ദ്രത്തിലെ BJP ഭരണവും അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. അപ്പം RSSൻ്റെ ഒരു 100 വർഷം എന്നത് നമ്മളൊരു നിസ്സാരമായി അങ്ങനെ കാണാൻ കഴിയില്ല. അവരുണ്ടാക്കിയിട്ടുള്ള വിഷലിപ്തമായിട്ടൊരു ആശയപ്രചരണം അത് അങ്ങേയറ്റം ആഴത്തിൽ പഠിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനിയും വർദ്ധിക്കും. അപ്പോൾ അവർക്ക് എന്താണ്, RSSനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ബൃഹത്തായ ആശയങ്ങൾ, പുരോഗമനമായിട്ടുള്ള ഒരു സമൂഹം, ഇതൊന്നും അവർക്ക് താല്പര്യമില്ല. അവരിപ്പോഴും എന്താണ്, ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കാമെന്നും അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് മറ്റേത് രോഗം ചികിത്സിക്കാമെന്നും പ്രാർത്ഥന നടത്തിയിട്ട് മറ്റേതെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. ഇത് മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വലിയ വിശ്വാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളീ പാവപ്പെട്ട അമ്മമാർക്കിടയിൽ, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. DYFI അതിനകത്ത് ആശയപരമായ ഇടപെടലാണ്. ഇപ്പം ചരിത്രബോധം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചരിത്രമാണ് ഏറ്റവും വലിയ സമരായുധം, ചരിത്രബോധമാണ് ഏറ്റവും വലിയ സമരായുധം. അപ്പം പുതിയ തലമുറയിൽ ചരിത്രബോധം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിൽ, പുതിയ തലമുറയല്ല പ്രശ്നം, ഇത് പഴയ തലമുറയാണ്. ഇതൊക്കെ ജീവിച്ച കാലത്തെയാണ് തലമുറക്കാണ് ഇവരെ തിരുത്താൻ കഴിയുക. നമ്മളിപ്പം റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അയാളുടെ മകൻ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ ഒരു തലമുറ അച്ഛൻ ചെയ്യുന്നത് ശുദ്ധ തോന്നിയാസമാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അല്ല, നിങ്ങൾ ചെയ്യുന്ന പണി നമ്മുടെ ഒരു കാലത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ അയാൾ കൂടി അതിൻ്റെ ഭാഗമാവരുത്. അപ്പോൾ അത് തിരുത്തിക്കാനാവശ്യമായ തിരുത്തൽ ശക്തിയായിട്ട് യുവത മാറണം. അപ്പോൾ അതിനാവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ സമീപകാലത്ത് നടത്തിയൊരു പരിപാടി, ഇപ്പോൾ ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെ 100 വർഷമാണ്. 1925 മാർച്ച് 12 ഗാന്ധി ഗുരു കൂടിക്കാഴ്ച. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ 100 വർഷം
കേരളത്തിൽ സമുചിതമായി ആചരിച്ചു എന്നല്ല, അതുമായി ബന്ധപ്പെട്ട ആശയത്തെ വീണ്ടും ആലോചനയ്ക്ക് വിധേയമാക്കിയത് DYFI ആണ്. ഞങ്ങൾ 100 പ്രഭാഷണങ്ങൾ നടത്തി. ഞങ്ങൾ ആദ്യം നടത്തിയ പ്രഭാഷണം ഇവിടെയാണ്, ശിവഗിരിയിൽ തന്നെയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആ പ്രഭാഷണങ്ങളിൽ പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഏതാണ്ട് 76 പ്രഭാഷണങ്ങൾ കേരളത്തിൽ നടന്നു. അത് തുടരും. 100 പ്രഭാഷണങ്ങൾ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കാം എന്നുള്ളതല്ല, പക്ഷേ ആരുണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ? അതായത് ആ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതീയമായിട്ടുള്ള ചിന്ത ശരിയാണ് എന്ന് രൂഢമൂലമായി വിശ്വസിച്ച ഗാന്ധിയെ ഗുരു തിരുത്തുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഗാന്ധിയെ പോലും തിരുത്തിയിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ ശക്തമായ ഒരു ആശയപരിസരം, അതിൻ്റെ നേതാവിൻ്റെ നാടാണ് ഈ കേരളം എന്ന് ഒരു തലമുറയെ നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ DYFI ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ DYFI നേരത്തെയും ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ വിവിധ നവോത്ഥാന നായകരുടെ പിന്നെ ജന്മദിനവും അതുപോലെ തന്നെ അവരുടെ ദിനാചരണ പരിപാടികളൊക്കെ DYFI വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അത് കുറേ കൂടി ശക്തമായി താവോട്ട് നടത്തുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പം പുതിയ കാലത്ത്. അപ്പോൾ സോഷ്യൽ മീഡിയ സംവിധാനത്തെ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഈ നല്ലതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക, അതിനെക്കുറിച്ചാണ് ഞങ്ങളിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തും പുതിയ തലമുറയുടെ സ്റ്റാറ്റസ്, വീഡിയോ, അതുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾ, അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ കുറേ കൂടി നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് കുറേ കൂടി ഊന്നൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾ. അത് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങളിരിക്കുന്ന DYFIയുടെയും CPM-ൻ്റെ ഒക്കെ ഒരു സംഘടനാ രൂപം ഇതിൻ്റെ അകത്ത് കയറി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഞങ്ങളെപ്പോലുള്ള പറയുന്നത് ക്യാപ്സൂൾ രൂപത്തിലാണ് പലപ്പോഴും വരിക. പക്ഷേ അത് പലപ്പോഴും ക്രിയേറ്റീവായിട്ടല്ല വരിക. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചാൽ ബാക്കിയുള്ളവരും അതിനേക്കാൾ അല്ലാതെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, കൂടുതൽ ആളുകൾ ഇടപെടുന്ന തരത്തിൽ അതിലേക്ക് വരുന്ന ഒരു പ്രചാരം ഉണ്ട്. ഇപ്പം ക്രിയേറ്റീവായി ഞങ്ങൾ ആ കാര്യത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊരു കാര്യം സൂക്ഷ്മമായി ശ്രദ്ധിച്ചാലേ, ഇപ്പം ഈ സാഹിത്യത്തോടും എഴുത്തോടും വായനയോടൊക്കെ താല്പര്യമുള്ള ഒരു ഘട്ടത്തിൽ പറഞ്ഞ ചെറുപ്പക്കാർ ഇതൊക്കെ ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷേ നിങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങളൊക്കെ നോക്കിയാൽ അവിടെയെല്ലാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് വളരെ സജീവമായി ഇത്തരം ചർച്ചകളിലും ഇതൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പങ്കെടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, അവരിൽ കൂടി കേരളത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം അവരിൽ കൂടിയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് 10 കുട്ടികൾ വന്നാൽ ആ 10 കുട്ടികൾ വഴി ആ കോളേജിൽ 1000 കുട്ടികളിലേക്ക് ഒരു ആശയത്തെ എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഞങ്ങളിപ്പോൾ അതിൻ്റെ വലിയ ഒരു തുടക്കം കുറിച്ചു. ഞങ്ങളിപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പം ഏറ്റവും വലിയ ഒരുപാട് സാഹിത്യോത്സവങ്ങളുണ്ട്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യുവജന സംഘടന നടത്തുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ DYFI ആണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ 2ാമത്തെ എഡിഷൻ്റെ സ്വാഗത സംഘ യോഗത്തിൽ ബെന്യാമൻ നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ ലോകത്ത് ഒരിടത്തും ഒരു യുവജന സംഘടന ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നടത്തിയപ്പോൾ ആയിരക്കണക്കിന് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പരിപാടി നടത്തുക എന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത്, കേരളത്തിലെമ്പാടും ഇതിൻ്റെ ചലനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ മേഖലയിലും ഞങ്ങൾ പരിപാടി വെച്ചു, എല്ലാ ബ്ലോക്കിലും വെച്ചു, എല്ലാ ജില്ലയിലും വെച്ചു, അവിടെ മത്സരങ്ങൾ വെച്ചു, അവിടെ അങ്ങനെയെല്ലാമുള്ള ധാരാളം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ ഇവിടെ പങ്കെടുപ്പിച്ചു. അതുകൂടാതെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് പങ്കെടുക്കാൻ പറ്റി. അരുന്ധതി റോയിയെ പോലുള്ള ആളുകൾ അവിടെ വന്ന് സംസാരിച്ചു. ഇന്ത്യയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വിവിധ ബുക്കർ പ്രൈസ് ജേതാക്കൾ, ജ്ഞാനപീഠം ജേതാക്കൾ, ഏകശിലാത്മകമായ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്ന ഹിന്ദുത്വ തുടർഭരണത്തിൻ്റെ കാലത്ത് ഇത് സമരമാണ്. DYFI എവിടെ നിങ്ങളെ സമരം കാണുന്നില്ല എന്ന് വെച്ചാൽ DYFI നടത്തിയ ഏറ്റവും വലിയ സമരമാണ് YLF. ഈ രാജ്യത്ത് വിവിധ വിഭാഗം ആളുകളെ ഉൾച്ചേർത്തുകൊണ്ട് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ചർച്ചയും സംവാദവും ഒക്കെ നടന്നല്ലോ. അപ്പോൾ അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. അപ്പോൾ ആശയപരമായി ഞങ്ങൾ ശക്തമായി ഉണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലതുപക്ഷം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്. ഇപ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമവിദഗ്ധനായിട്ട് അവർ പറഞ്ഞത് മാത്യു കുഴൽനാടനെയായിരുന്നു. മാത്യു കുഴൽനാടൻ ഒരു കെട്ട് പേപ്പറുമായിട്ട് ആളുകൾ കാണും. പലരും പറഞ്ഞു ഈ രേഖയൊന്നും ഒരടിസ്ഥാനമില്ല. പക്ഷേ നമ്മുടെ ഒരു ആളുകളൊരു ഇങ്ങനത്തെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് കണ്ടാൽ അങ്ങ് വിശ്വസിക്കും. സുപ്രീം കോടതി പറഞ്ഞു ഈ പരിസരത്ത് കയറിപ്പോരെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞത് എന്ത് ക്രിയേറ്റീവായിട്ടുള്ള സമരമാണ് നടത്തിയത്? നടത്തിയിട്ടില്ല. അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള സമരങ്ങൾക്കൊന്നും താല്പര്യമില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകൾക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊന്നും അവർക്കില്ല. അവർക്ക് വളരെ ഇടുങ്ങിയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, കോൺഗ്രസ് ഇവിടെ മറ്റേ മഞ്ഞക്കല്ല് പറിക്കൽ സമരം അല്ലേ, എന്താണെന്ന് വെച്ചാൽ സിൽവർ ലൈനിൻ്റെ മഞ്ഞക്കല്ല് പറിക്കൽ സമരം. യഥാർത്ഥത്തിൽ ചൈന 450 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ട്രെയിനിൻ്റെ വേഗത കേരളം 40 കിലോമീറ്റർ വേഗതയിൽ പോയാൽ മതി. ആർക്കാണത്ര ധൃതി എന്നാണ് ഇവർ ചോദിക്കുന്നത്. അത് ഒരാളുടെ യാത്രാ പ്രശ്നം മാത്രമല്ല. ചെറുപ്പക്കാർ വെറുത്തു എന്ന് പറയാൻ കാരണം ഈ കേരളയിലും സിൽവർ ലൈനും അതിവേഗ പാതയും ദേശീയപാത വികസനവും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലിയെടുത്ത് ജീവിക്കാൻ സാധ്യമാവുന്ന നിലയിൽ ഒരു നവകേരളം ഉണ്ടാവും. അപ്പം നവകേരളത്തിൻ്റെ മഞ്ഞക്കല്ലാണ്, നവകേരളത്തിൻ്റെ ശിലയാണ് ഇവർ പറിച്ച് ദൂരെ കളഞ്ഞത്. മഞ്ഞക്കുറ്റി സമരത്തെക്കുറിച്ച് എനിക്ക് എതിരെ അഭിപ്രായമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് കേരളത്തിൽ ആവശ്യമായ ചർച്ച സാധാരണ മനുഷ്യരുമായിട്ട് നടത്താതെയാണ് സർക്കാർ ആ പ്രോജക്റ്റുമായിട്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആ പ്രോജക്റ്റിന് ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ആ പ്രോജക്റ്റിന് ആവശ്യമായ ചർച്ചകൾ ഏറ്റവും താഴത്തെ തലത്തിൽ നടത്തി മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നതിൽ LDF സർക്കാർ പരാജയപ്പെട്ടിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വിമർശനങ്ങളോടൊന്നും ഞങ്ങൾക്ക് അസഹിഷ്ണുതയില്ല. ഇപ്പം ഒരു മാധ്യമപ്രവർത്തകൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷേ യൂത്ത് കോൺഗ്രസും പറഞ്ഞ ഈ അഭിപ്രായം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പിണറായി വിജയൻ്റെ കാലത്ത് ഇതുണ്ടാവാൻ പാടില്ല, ആ ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. പിണറായി ഭരിക്കുമ്പോൾ ദേശീയപാത വികസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിണറായി ഭരിക്കുമ്പോൾ മറ്റേ തുരങ്കപാത പാടില്ല, പിണറായി ഭരിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയും ഉണ്ടാവാൻ പാടില്ല. അത് വീണ്ടും ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾ അംഗീകാരം കൊടുത്തേക്കുമോ എന്ന ഭയത്തിൽ നിന്ന് മാത്രമാണ് ഈ സമരമൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ ജനങ്ങൾ എന്തെങ്കിലും വിശാലമായ താല്പര്യത്തെ മുൻനിർത്തിയിട്ടല്ല. മറ്റ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ ആളുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിച്ചും വിമർശനങ്ങൾ ഉൾക്കൊണ്ടും തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോവുക. അതിൽ വിയോജിപ്പില്ല. സനോജ് പറഞ്ഞപ്പം നിങ്ങൾ DYFI നിലയ്ക്കും ഹിന്ദുത്വ പ്രചരണത്തെ, ഹിന്ദുത്വ ആശയത്തെ നിങ്ങൾ ചെറുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് സനോജ് വിശദമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്, കേരളം മാത്രമല്ല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെതിരെ, ഭരണഘടനയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നേരിട്ടുള്ള അസോൾട്ടാണ്. അത് നമുക്ക് നേരിട്ട് വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഗവർണർ എന്ന് പറഞ്ഞ സ്ഥാനത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ സൈൻ ചെയ്യേണ്ടതില്ല. അപ്പം നമ്മളതിന് സംസ്ഥാന സർക്കാർ അതിന് കോടതി പോയിട്ടുണ്ട്. പിന്നെ ഒന്നുള്ളത് കേന്ദ്ര പദ്ധതികൾ, കേന്ദ്രത്തിൻ്റെ പണം പണം തടഞ്ഞു വെക്കുക, ഇത്തരം കാര്യങ്ങൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിലേക്ക് DYFI എന്താണ് ചെയ്തത്, എന്താണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം കേരളം നേരിടുന്ന വർഗീയത എന്നുള്ള പ്രശ്നം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് നേരെ ഉയരുന്ന വലിയ ചോദ്യമാണ്. എന്താണ് DYFI അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഭരണഘടനയെ അട്ടിമറിച്ചാൽ മാത്രമേ RSS വിഭാവനം ചെയ്യുന്ന ഒരു ഇന്ത്യ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ധരിച്ചത് 400 സീറ്റ് ഇത്തവണ കിട്ടുമെന്നും ഭരണഘടനയിൽ നേരിട്ട് കൈവെക്കാം എന്നായിരുന്നു RSS ധരിച്ചത്. പക്ഷേ അതിനകത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളെല്ലാം നടത്തിയിട്ടുള്ള ശക്തമായ ആശയപരമായ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാതിരുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ ഉന്നയിച്ച ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം RSS 400 സീറ്റിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ BJP വീണ്ടും ഒരു ഭരണത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കും എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഭരണഘടന അട്ടിമറിക്കും എന്ന് ശക്തമായി ഈ രാജ്യത്ത് ക്യാമ്പയിൻ നടത്തിയത് ഇടതുപക്ഷമാണ്. ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങളും ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ വിഷയത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഇപ്പോൾ ഈ വിഷയം സജീവമായി ചർച്ച കൊണ്ടുവന്നവരാ. ഇപ്പോൾ ഗവർണറുടെ പല തോന്നിയാസങ്ങളും കളിച്ചല്ലോ. SFIയും DYFIയുമാണ്. SFI അതിനകത്ത് യൂണിവേഴ്സിറ്റി വിഷയമായതുകൊണ്ട് ശക്തമായി ഇടപെട്ടു. SFI നമ്മൾ തെരുവിൽ കണ്ടു, DYFIയും തെരുവിലുണ്ടായിരുന്നു. ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ ആ ഗവർണറുടെ തിട്ടൂരങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട്
ഒരു VC ഉണ്ടായല്ലോ. മോഹനൻ കുന്നുമ്മൽ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് യുവജനങ്ങൾ അണിനിരത്തി ശക്തമായ മാർച്ച് നടത്തിയത് DYFI ആണ്. അന്ന് വൈകുന്നേരം മോഹനൻ കുന്നുമ്മലിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ ഇമാതിരി നിലപാടെടുത്ത് പോയി കഴിഞ്ഞാൽ കുന്നുമ്മൽ തെരുവിലേക്ക് കൂടി യാത്ര ചെയ്യില്ല എന്നുൾപ്പെടെയുള്ള ശക്തമായ ഇടപെടൽ നടത്തുകയും സമരം നടത്തുകയൊക്കെ ചെയ്തിട്ട് DYFI ആണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങളുടെ സർക്കാരല്ലേ ഭരിക്കുന്നത്? അല്ല, ഞങ്ങളെന്തിനാണ് പേടിക്കുന്നത്? RSSനെതിരായിട്ടുള്ള സമരമുഖം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ RSS ഹിന്ദുത്വ പ്രചരണം വളരെ ശക്തമായ നിലയിൽ സർവകലാശാലയെ ഉപയോഗപ്പെടുത്തി നടത്തിയ ഘട്ടത്തിൽ SFI ക്യാമ്പസിനകത്ത് സർവകലാശാലയെ സമരം ചെയ്തു. ആ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് DYFIയും തെരുവിലുണ്ടായി. അപ്പോൾ ഒരു ഘട്ടത്തിൽ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പഴയതുപോലെ മോഹനൻ കുന്നുമ്മൽ ആ നിലപാട് ഉറച്ച് നിന്നില്ല. എന്നാലും കേന്ദ്ര ഭരണത്തിൻ്റെയൊക്കെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇനിയും ആ സമരത്തിനകത്തുണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ എല്ലാ പുരോഗമന സംഘടനകളും കൂടി ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സമിതി ധർമ്മരാജ ഡാട്ട് ചെയർമാനായും ഡോക്ടർ C പത്മനാഭൻ കൺവീനറൊക്കെ ആയിട്ട് വിദ്യാഭ്യാസ സമിതിയാണ്. അതിൽ DYFIയും SFIയും കേരളത്തിലെ യൂണിവേഴ്സിറ്റി സംഘടനകളും മറ്റ് പുരോഗമന സംഘടനകളൊക്കെ ചേർന്നിട്ട് ആശയപരമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സമരമുഖത്ത് തന്നെ അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന, ഫെഡറൽ തത്വങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഇതിനെതിരായിട്ടുള്ള സമരം എന്നത് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എത്ര രൂപയാണ് കിട്ടാനുള്ളത്? ആണ് എനിക്കതിൽ ചോദിക്കാനുള്ളത്. നമ്മൾ പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം നടത്തണം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ആശയം പോസിറ്റീവായിട്ട് കാണുമ്പോൾ എൻ്റെ ഒരു സംശയം, എന്തിനാണ് PM ശ്രീ പദ്ധതി പോലുള്ള ഒരു സാധനത്തിൽ പോയി കേരള സർക്കാർ തലവെച്ച് കൊടുത്തത്? ഇതിൻ്റെ അകത്ത് ഞാൻ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. തമിഴ്നാട് സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് നിരന്തര യുദ്ധത്തിലാണ്. ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്രാൻറ്റുകൾ അവർക്ക് കൊടുക്കാതിരുന്നിട്ടുണ്ട്. അവർ NEP നടത്തില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ത്രിഭാഷാ പദ്ധതി ഹിന്ദി അവർ തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ PM ശ്രീ പോലുള്ള ഒരു പദ്ധതി സൈൻ ചെയ്യുമ്പം സത്യത്തിൽ അതിൻ്റെ അകത്തും എനിക്കും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞാനും മുഖവിലക്കെടുക്കുന്നു. PM ശ്രീ നമ്മളിവിടെ നടപ്പാക്കി എന്നുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയോ RSSൻ്റെയോ ഒരു അജണ്ട ഇവിടെ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ മുഖവിലക്കെടുക്കുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മനുഷ്യരോട് പറയാനുള്ള ഒരു അവസരം LDF നഷ്ടപ്പെടുത്തിയില്ലേ? കാരണം PM ശ്രീയുടെ പണം വെച്ചിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് SSIയുടെ പണമാണ്. സർവശിക്ഷാ അഭിയാൻ, സർവശിക്ഷാ കേരളത്തിൻ്റെ പണമാണ് വലിയ തോതിൽ നമുക്കിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പ്രശ്നം ഇപ്പോൾ എനിക്കതിൽ ഞാൻ ചോദിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പലതരം പണങ്ങളും നമ്മളെടുക്കേണ്ട കടമെടുക്കാൻ നമുക്കുള്ള അർഹതപ്പെട്ട പണവും ഇതൊക്കെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞത് മാത്രമല്ല, കോടതിയുടെ മുമ്പിൽ ഇത് കാര്യം ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലായപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് പറഞ്ഞു, നിങ്ങളെ കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങൾ പണം അനുവദിക്കാമെന്ന് പറഞ്ഞു. സംസ്ഥാനം പറഞ്ഞു ഞങ്ങൾ കേസ് പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുമ്പിൽ അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നവർക്ക് ബോധ്യമായി. സംസ്ഥാനത്തിന് പണം കടമെടുക്കാൻ അവരനുവദിക്കേണ്ടി വന്നു. ഇപ്പം ഞാൻ കാണുന്നത് ലെഫ്റ്റ് ഹാൻഡിലുകൾ പിന്നെ ഇതിനെ ന്യായീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഡിസ്ക്രിഷണറി ഗ്രാൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഫൈറ്റിന് പോലും തയ്യാറാകേണ്ടതില്ല എന്ന് കേരളത്തിലെ സർക്കാർ തീരുമാനിക്കാൻ പാടുണ്ടായിരുന്നു. അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ, നമ്മൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ ദുർബലമാക്കില്ലേ? നിങ്ങൾ ഈ പറയുന്ന ഒരു സൈദ്ധാന്തിക ശാഠ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു പ്രശ്നമാണ്. ഒന്ന്, കേരളം ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ എന്താണ് പ്രായോഗികമായി ചെയ്യാൻ വേണ്ടി കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഗവൺമെൻറ് മുമ്പിൽ. ഇപ്പോഴെന്താ ഗവൺമെൻറ് പ്രശ്നം? ഇപ്പം ഗവൺമെൻറ് മുമ്പിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഘട്ടത്തിൽ പെൻഷൻ കൊടുക്കാൻ നമുക്ക് തടസ്സം നേരിട്ടു. ഒരു ഘട്ടത്തിൽ മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ കൊടുക്കുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ടായി. ചില ഘട്ടങ്ങളിൽ ശമ്പളം മുടങ്ങിപ്പോകുമെന്നുള്ള ആശങ്കയുണ്ടായി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായത്? ഇത് സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും പിടിപ്പുകൊണ്ടല്ല. ഇവിടെ നികുതി വരുമാനം കൂടി, നികുതിയേതര വരുമാനം നമ്മൾ കൂട്ടി, ധനക്കമ്മി കുറച്ചു, റവന്യൂ കമ്മി കുറച്ചു. കേരളം നീതി ആയോഗിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം ഈ കാര്യങ്ങളെല്ലാം വലിയ മുന്നേറ്റമുണ്ടാക്കി. എന്നിട്ടും നമുക്ക്
ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് തുടർച്ചയായി നിഷേധിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ വലതുപക്ഷവും കേരളത്തിൻ്റെ പ്രതിപക്ഷവും എങ്ങനെയാണ് സമീപിച്ചത് എന്നുകൂടി നമ്മളിവിടെ ചർച്ച ചെയ്യണ്ടേ? തീർച്ചയായിട്ടും എനിക്കൊരു തർക്കമില്ല, ആ കാര്യം ചർച്ച ചെയ്യുന്നില്ല. അല്ല. അപ്പോൾ ഈ കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഇതെല്ലാം മുടങ്ങണം, അങ്ങനെ എല്ലാം മുടങ്ങി ഈ ഭരണത്തിൻ്റെ അന്ത്യമെത്തണം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പെൻഷൻ മുടങ്ങിയപ്പോൾ ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാന്ന് തോന്നുന്നു ഒരു മറിയച്ചേടത്തിയെ രംഗത്തിറക്കി. നമുക്കാർക്കും അതിനു മുമ്പേ മറിയച്ചേടത്തി അറിയില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സമരനായികയായിട്ട് ആര് വന്നു? മറിയച്ചേടത്തി വന്നു. മറിയച്ചേടത്തി ഒരു പിച്ചച്ചട്ടി എടുത്ത് പോവുകയാണ്. നാളെ മറിയച്ചേടത്തിക്ക് പകരം ഈ സ്കൂൾ കുട്ടികളെ രംഗത്തിറക്കും ഇവർ. കേരളത്തിലെ സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ടിട്ട് അവരുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അധ്യാപകൻ്റെ ശമ്പളത്തിന് വേണ്ടിയിട്ട് അവൻ്റെ പാഠപുസ്തകത്തിന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറക്കണമോ വേണ്ടിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറഞ്ഞാൽ NCERT സിലബസ് പഠിപ്പിക്കണം, വർഗീയത കടന്നു വരും. അത് പഠിപ്പിക്കില്ല, മനസ്സിലായി, അത് പഠിപ്പിക്കില്ല മനസ്സിലായി. പിന്നെ ഇടതുപക്ഷത്തിന് വലിയ രൂപത്തിൽ ഇങ്ങനെ വിമർശിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPIM വകുപ്പ് മന്ത്രി CPM ആണ്. അപ്പോൾ CPMൻ്റെ നിലപാടിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ RSSുമായിട്ട് സന്ധി ചെയ്തിട്ടുണ്ടോ, ചെയ്യുമോ? നിങ്ങൾ സമീപകാല ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശിവൻകുട്ടി ഗവർണറുടെ ഓഫീസിൽ പോയി, അവിടെ ഭാരതാംബ ഫോട്ടോ വെച്ചു ഒരു വേറെ തലത്തിൽ കൊണ്ടുപോയി. ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നില്ലേ? SFI സമരം ചെയ്തില്ലേ? മാത്രമല്ല ഗാന്ധിയെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് +1 കുട്ടികൾ പഠിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക പാഠം അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിപ്പിക്കും, അതിന് പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ ഗവർണറുടെ ഈ തെറ്റായ നീക്കത്തിനെതിരായിട്ട് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച് ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ. ഇതൊക്കെയാണ് യഥാർത്ഥ സമരം ഇടതുപക്ഷം ചെയ്യുന്നത്. അല്ലാതെ വളരെ ഒരു പ്രത്യയശാസ്ത്ര ശാഠ്യം പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് ഒരു പൈസയും വേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ശാഠ്യം പിടിച്ച് നിന്നാൽ കേരളത്തിലെ കുട്ടികൾ തെരുവിലിറങ്ങേണ്ടി വരും, പ്രശ്നങ്ങൾ വരും. പിന്നെ കേസ്, അതിനും ഒരു തെറ്റിദ്ധാരണയുണ്ട്. കേന്ദ്രത്തിൻ്റെ വിവേചന അധികാരത്തിൻ്റെ കൂടി പരിധിയിലാണെന്ന് മനസ്സിലാക്കുന്നത്. നിയമപരമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ പോയിട്ടില്ലെങ്കിലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് കൊടുത്താലും ചിലപ്പോൾ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയില്ല. കേസ് കൊടുക്കുന്നിടത്ത് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. നേരത്തെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് പോയി സമരം നടത്തിയിട്ടുണ്ടല്ലോ. കേരളത്തിൽ അമ്മാതിരിയുള്ള സമരത്തിൻ്റെ ഒരു സ്കോപ്പ് അല്ലായിരുന്നു ഇവിടെ സാധ്യതയുണ്ടല്ലോ. ഇത് സാധ്യതയൊന്നും അടഞ്ഞിട്ടില്ലല്ലോ, ഇനിയും സാധ്യതയുണ്ടല്ലോ. മുഖ്യമന്ത്രി പോയി നടത്തിയിട്ടുള്ള സമരം, അവിടെ പഞ്ചാബ് മുഖ്യമന്ത്രി ആ സമരത്തിൽ വന്നു, ഡൽഹിയിലെ AAPയുടെ മുഖ്യമന്ത്രി വന്നു, പിറ്റേ ദിവസം കോൺഗ്രസിന്റെ വക്താക്കൾക്ക് വരേണ്ടി വന്നു, പിറ്റേ ദിവസം കർണാടക സർക്കാരും ഇതേ സമരം ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷേ ഇവിടുത്തെ VD സതീശൻ എന്നതില്ല, കാര്യം മനസ്സിലാവാത്തതുകൊണ്ടല്ല. അതേ ഞാൻ പറഞ്ഞത്, VD സതീശൻ കാത്തു നിൽക്കുന്നത് PM ശ്രീയിൽ ഒപ്പിടാതെ കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു കാലമാണ് VD സതീശൻ കാത്തുനിൽക്കുന്നത്. എന്നിട്ട് വേണം VD സതീശന് KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കിയിട്ട് കുട്ടികളെ രംഗത്തിറക്കി പിണറായി വിജയൻ്റെ ഈ മുടിഞ്ഞ ഭരണം കൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ. മറിയച്ചേടത്തിയെ ഇറക്കിയിട്ട് നമ്മൾ കണ്ടല്ലോ. യഥാർത്ഥ മറിയച്ചേടത്തിയെ ചർച്ചയ്ക്ക് വിളിച്ചു കൊണ്ടുപോകുന്നവരും മറിയച്ചേടത്തിയെ സമരനായികയായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവരുന്നവരും കേന്ദ്രത്തിനെതിരായിട്ടൊരു രക്ഷം മിണ്ടുന്നില്ല. മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നതിനെതിരായിട്ട്, ഈ കേന്ദ്ര ഫണ്ട് നിഷേധിക്കുന്നതിനെതിരായിട്ട്, വായ്പാ പരിധി വെട്ടിച്ചുരുക്കുന്നതിനെതിരായിട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഉപനേതാവിനെ വിളിച്ച് ചർച്ച നടത്തിയല്ലോ. കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ പങ്കെടുത്തു, VD സതീശൻ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ ഇവർ? ആ യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു. പക്ഷേ സമരത്തിന് ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ PM ശ്രീയെ ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇത്രയേറെ പ്രശ്നം, അവർ ആഗ്രഹിച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടി. ഇടതുപക്ഷത്തിൻ്റെ സമരം തുടരും. ഇതിപ്പം PM ശ്രീയുടെ പണം വാങ്ങിയെടുത്തു എന്നതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഭരണഘടന നേർത്തി പോവുക എന്നതേ അല്ല. അത് ഫൈറ്റ് തുടരുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഏതെല്ലാം വകുപ്പുകളിൽ കേന്ദ്രത്തിന് ഏതെല്ലാം ഫണ്ട് വാങ്ങിയിട്ടുണ്ട്? കൃഷി വകുപ്പ് വാങ്ങിയിട്ടില്ലേ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങിയിട്ടില്ലേ?
അവിടെയെല്ലാം അപ്പം തന്നെ RSSൻ്റെ ആശയങ്ങൾ നടപ്പാക്കിയോ? ഇതൊക്കെ നേരത്തെ വാങ്ങിയിട്ടുണ്ട്. PM ഉഷയിൽ വാങ്ങിയിട്ടുണ്ട്, കാർഷിക വകുപ്പിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം വിവിധ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. അതുകൊണ്ട് ഇതൊരു അനാവശ്യ വിവാദം ഉണ്ടാക്കി പോവുകയാണ്. ഇപ്പോൾ ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദുർവാശിയൊന്നുമില്ല. എല്ലാവരുമായി ചർച്ച ചെയ്തു കാര്യങ്ങൾ മുന്നോട്ട് നയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വേറൊരു പ്രശ്നം, ടെക്നോളജി നമ്മൾ നേരത്തെ പറഞ്ഞു. ടെക്നോളജി എങ്ങനെയൊക്കെയാണ് ആശയപ്രചരണത്തിന് വേണ്ടി സമൂഹത്തെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ കണ്ടു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമുക്കൊരു വലിയ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജനസംഖ്യയുടെ 50% കൂടുതൽ 30 വയസ്സിൽ താഴെയുള്ള മനുഷ്യരാണ്. പക്ഷേ ടെക്നോളജി വരുമ്പം പലപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു വലിയ AI-യുടെ ഒരു സെൻറ്റർ വിശാഖപട്ടണത്ത് സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊന്ന് $5 ബില്യൺ മറ്റാണ് അവിടെ ചിലവാക്കാൻ വേണ്ടി പോകുന്നത് ഗൂഗിൾ. ഇത് വലിയ തോതിൽ തൊഴിൽ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് പുതിയ തൊഴിൽ ഉണ്ടാക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച്, ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള വലിയ വിമർശനങ്ങളിൽ ഒന്ന് എന്നുള്ളത് നിങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തു എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിനെ എതിർക്കുമ്പോൾ നിങ്ങളുടെ ന്യായീകരണം എന്നുള്ളത് അത് തൊഴിൽ നശിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് തൊഴിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടർവൽക്കരണം മതി എന്നുള്ള നിലപാടായിരുന്നു അന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് ടെക്നോളജിയെക്കുറിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ധാരണകളുണ്ട്. കാരണം ടെക്നോളജി വരുമ്പോൾ തൊഴിലുകൾ മുഴുവനായിട്ട് നശിപ്പിക്കപ്പെടേണ്ടതില്ല എന്നുണ്ട്. എൻ്റെ ചോദ്യം, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാകേണ്ടതില്ലേ? ടെക്നോളജി വരുന്നു, ടെക്നോളജി വലിയ തോതിൽ വികസിക്കുന്നു, അത് മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. ഇത് ഭരണകർത്താക്കളും കോർപ്പറേറ്റുകളും മാത്രം നിശ്ചയിച്ചാൽ മതിയോ? ഒരു സമൂഹത്തിന് അത് ചിന്തിക്കേണ്ടതില്ലേ? ടെക്നോളജി എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നത്, നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ തൊഴിലിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാരണം ഇത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല. നമ്മളൊരു DYFI ഉണ്ടാകുന്ന 1980-ൽ മനുഷ്യരുടെ ജീവിതത്തിൽ ടെക്നോളജി ഉണ്ടായിരുന്ന സ്വാധീനമല്ല ഇപ്പോഴുള്ളത്. നമ്മളൊക്കെ ടെക്നോളജിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ടെക്നോളജിയെ മനുഷ്യരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കേണ്ടതില്ലേ? DYFI എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുക? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് ഈ ടെക്നോളജി കടന്നു വരുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരിക്കലും സമൂഹം അങ്ങനെ ചർച്ച ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു മേൽത്തട്ടിൽ മാത്രമാണ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് സമഗ്രമായി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് ഒരു ഭൂരിപക്ഷ ആളുകൾക്കിടയിലൊന്നും വലിയ അവബോധമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അവർ തന്നെ പലപ്പോഴും അതിൻ്റെ ഇരകളായാലും അവരറിയാതെ പോകും. അറിയില്ല. കാരണം അതെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് മാത്രമേ അവർക്കുള്ളൂ. ഏറ്റുവാങ്ങിക്കുക എന്ന റോൾ മാത്രമേ അവർക്കുള്ളൂ. അതിനകത്ത് ഇടപെടുകയോ അതിനകത്ത് അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യുക എന്നത് അസാധ്യമായ ഒന്നായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അത് നിങ്ങളീ പറയുന്ന പോലെ അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ സമൂഹം കാണുകയും ചർച്ച ചെയ്യുകയും, എങ്ങനെയാണ് ഇപ്പോൾ AI-യുടെ കാലത്ത് തൊഴിലിനകത്തുണ്ടാകുന്ന മാറ്റം എങ്ങനെ നമ്മുടെ സാധാരണ തൊഴിലാളിയെ ബാധിക്കും എന്നത് ഇവിടെയുള്ള തൊഴിലാളി സംഘടനകൾക്ക് അറിയേണ്ടതുണ്ട്, പുതിയ ചെറുപ്പക്കാർക്ക് അറിയേണ്ടതുണ്ട്, വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതുണ്ട്, രക്ഷിതാക്കൾക്ക് അറിയേണ്ടതുണ്ട്. മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ അറിയാൻ അവകാശമുണ്ട്. പക്ഷേ പലപ്പോഴും അതിനുള്ള അവസരം ഉണ്ടാവുന്നില്ല എന്നത് ഗൗരവമായ പ്രശ്നം തന്നെയാണ്. ആ ചർച്ചകൾ മുഴുവൻ ഇപ്പം ഇടതുപക്ഷം അങ്ങനെ ഒരു ചർച്ച മുമ്പോട്ട് വെച്ചാൽ അപ്പം തന്നെ പറയും ഇവർ കമ്പ്യൂട്ടറിനെ എതിർത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അതിനെ ട്രാഷ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നേരത്തെ ഈ കമ്പ്യൂട്ടർ വൽക്കരണം തൊഴിൽ മേഖല ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ചായിരുന്നു പ്രശ്നം. ഇപ്പം നിങ്ങളെല്ലാ നാട്ടിൽ പണ്ട് ഈ കല്ലുവെട്ട് യന്ത്രം വന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ കല്ലുവെട്ട് യന്ത്രം വന്നാൽ ആ ഒരു കൽപ്പണയിൽ ജോലിയെടുക്കുന്ന ഒരുപാട് ആളുകളുടെ ജോലിയെ ബാധിക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളി അംഗമായിട്ടുള്ള സംഘടന സ്വാഭാവികമായിട്ടും ആ തൊഴിലാളിയുടെ ആശങ്ക ഏറ്റെടുക്കണമല്ലോ, അതിനെ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും ചർച്ചകളൊക്കെ നടക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഴയ നോട്ടീസുകളും ആ കാര്യത്തെല്ലാം ഇങ്ങോട്ട് ഇപ്പോൾ എടുത്തിട്ട് പണ്ട് CITUക്കാർ അല്ലെങ്കിൽ പണ്ട് CPMൻ്റെ ആളുകൾ, പഴയ DYFI ഈ കല്ലുവെട്ടി യന്ത്രത്തെ വരെ എതിർത്തവരാണ് എന്ന് ഇപ്പം സ്ഥാപിച്ച് അതിനകത്ത് നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ്. മാത്രമല്ല ചർച്ച ഇല്ലാണ്ടാക്കുന്നത്. അതേസമയം നമ്മളിപ്പം ഹോളിവുഡിൽ കാണുന്നത് AI-ക്കെതിരെ അവിടുത്തെ കലാകാരന്മാർ സമരം ചെയ്യണം. കാരണം അവർ തൊഴിൽ നഷ്ടമെന്ന്, കാരണം ഈ തൊഴിൽ നഷ്ടം എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അത്
ചർച്ചയ്ക്ക് പോലും എടുക്കാത്ത വിധത്തിൽ കേരളത്തിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടും. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഈ ടെക്നോളജി മനുഷ്യർക്ക് ഉപയോഗിക്കേണ്ടതല്ലേ? തോന്നുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ ചാപ്പയടിയുടെ ഒരു ഭയം ആളുകൾക്ക് സംഘടനകൾക്കെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ലാന്ന് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം തൊഴിൽ മേഖലയിൽ ഒരു പ്രശ്നമുണ്ടാക്കും എന്ന് ഒരു പ്രസ്താവന ഇപ്പോൾ CIT കൊടുത്താൽ 5 വർഷം കഴിഞ്ഞാൽ എഐക്കെതിരെ നിന്നവരാണ് CIT എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ കുറേ കൂടി ജാഗ്രത ആ കാര്യത്തിൽ ഉണ്ടാവണം. നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊരു രാഷ്ട്രീയമായിട്ട് എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും എല്ലാം ഒരു പ്രധാന അജണ്ടയിലേക്ക് ഈ കാര്യങ്ങൾ വരണം എന്നുള്ളതാണ്. കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിന് നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നടത്തിയിട്ടുള്ള ഒരു സംഘടനയും DYFI ആണ്. നിങ്ങളെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ഈ വരും തെരഞ്ഞെടുപ്പെ കാണുന്നത്? എന്തടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ മനുഷ്യരോട് വോട്ട് ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾ മനുഷ്യരോട് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ? ഞങ്ങൾ പ്രധാനമായിട്ടും രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഒന്നിപ്പം കേന്ദ്രം വീണ്ടും മൂന്നാമത് ഒരു BJP ഗവൺമെൻറ്. അപ്പോൾ അവരാണെങ്കിൽ അങ്ങേയറ്റത്തെ വർഗീയതയും വിഭാഗീയതയും പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുണ്ടാവുന്ന ഈ ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായി കഴിഞ്ഞാലും മറ്റ് ഏത് മേഖല ഉണ്ടാകുന്ന പ്രതിരോധവും രാജ്യത്തെ മതനിരപേക്ഷവാദികൾക്ക് വലിയ ആവേശം പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ RSSനെതിരായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഈ കേരളത്തിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദത്തിന് കുറച്ചുകൂടി ഊർജ്ജം പകരാൻ വേണ്ടി കഴിയും എന്നതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് പ്രാദേശികമായിട്ടുള്ള വികസനങ്ങൾ സംബന്ധിച്ചാണ്. കേരളം ലോകത്തിന് തന്നെ എന്തൊക്കെ മാതൃകകളാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഹരിതകർമ്മസേന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാം നാട്ടിലെ ആളുകളുടെ ശീലത്തിലുണ്ടായിട്ടുള്ള മാറ്റം നമുക്ക് നേരിട്ടറിയാൻ കഴിയുകയാണല്ലോ. ഇപ്പം പണ്ട് നമ്മളെല്ലാം അടുക്കളപ്പുറം എന്ന് പറയും അല്ലേ, അടുക്കളയുടെ ഭാഗത്തുള്ള പ്ലാസ്റ്റിക് സഞ്ചി വലിച്ചാടുക, കുപ്പി വലിച്ചാടുക, യാത്ര ചെയ്യുമ്പം അത് വലിച്ചാടുക എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക എന്നുള്ളതാണ്. കണ്ണൂരുകാർ പറഞ്ഞു വലിച്ചു ചാടുക എന്നുള്ളത്. വലിച്ചെറിയുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് അതൊന്നും ഒരു തെറ്റായി കാണുന്നില്ല. ഇപ്പം നമ്മൾ ഒരു ചെറിയ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് ഒരു മുട്ടായിയുടെ കവറ് നിലത്തിടുമ്പോൾ നമുക്കത് ഇടാൻ തോന്നില്ല. നമ്മളെ അറിയാതെ നമ്മളിങ്ങോട്ട് പിടിച്ചു വലിക്കപ്പെടും. അത് കേരളത്തിൽ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ആളുകളെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ളൊരു അവബോധമാണ്. അപ്പം ഇങ്ങനെയുള്ള ബദലുകൾ നമുക്ക് ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള മാതൃകകൾ. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തെ ആർക്കാണ് അങ്ങനെ നിഷേധിക്കാൻ വേണ്ടി കഴിയുക? ഞാൻ ചെറിയ ഉദാഹരണം ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒട്ടേറെ മാതൃകകൾ കുടുംബശ്രീയുടെ കാര്യത്തിലായി കഴിഞ്ഞാലും സംരംഭത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലായി കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം വ്യവസായം തുടങ്ങാൻ വേണ്ടി നേരത്തെ കേരളത്തിൽ ഒന്നും നടക്കില്ല. വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞ് എന്തെല്ലാം ചാപ്പ അടിയായിരുന്നു. ഇന്നിപ്പം വ്യവസായ മന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, കേരളത്തിൽ സമീപകാലത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ചട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഭേദഗതികൾ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത്രയേറെ ഭേദഗതി വരുത്തി, തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ, ടൂറിസം മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള വമ്പിച്ച കുതിച്ചുചാട്ടം. ഇപ്പം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോലും ഇതൊരു ട്രെൻഡായി വരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ റെസ്റ്റ് ഹൗസുകളൊക്കെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റിയതിനെക്കുറിച്ച് പറയുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം, ആരോഗ്യ മേഖലയുടെ മാറ്റം, ഇതൊക്കെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണം സ്വാഭാവികമായിട്ടും. ഇപ്പോൾ DYFI ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഈ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ തുടരണം, അതിന് അവർക്കിനിയും അവസരം കിട്ടണം എന്ന് തന്നെയാണ്. വലിയ തോതിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് UDFൻ്റെ പ്രചരണങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വെച്ചിട്ടുമൊക്കെയുള്ള ധാരാളം ആരോപണങ്ങളുണ്ട്. അതിലാണ് ഫോക്കസ്. മാധ്യമങ്ങളും അതിന് വളരെയേറെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ചാപ്പയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം മനുഷ്യരിൽ ചലനം ഉണ്ടാക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു തോന്നൽ? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ വേണ്ട എന്നൊരു തോന്നൽ. പിണറായി വിജയൻ്റെ സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം ചെയ്യുന്നതൊക്കെ, അദ്ദേഹം പറിക്കുന്ന ആണികളൊക്കെ ആവശ്യമില്ലാത്തതായിരിക്കും എന്നുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് മാധ്യമങ്ങളും UDF മുമ്പോട്ട് വെക്കുന്നുണ്ട്.
അതിന് എത്രത്തോളം പിന്നെ വേരോട്ടമുണ്ട്, അതിനെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? അതെല്ലാം ചെറിയ ശതമാനം ആളുകളിൽ മാത്രമേ ഇത്തരം പ്രചരണങ്ങൾ ഇപ്പോൾ യേശുന്നുള്ളൂ. നേരത്തെ പ്രിൻ്റ് ചെയ്ത് വരുന്നതെല്ലാം സത്യമാണ് എന്നൊരു പൊതുബോധം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വാർത്താ അവതാരകന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്നൊരു ധാരണയിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരളമെല്ലാം അതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ എന്ത് വാർത്ത അവതരിപ്പിച്ച് ആളുകളുടെ മുന്നിൽ അങ്ങോട്ട് അവതരിപ്പിച്ചാലും ആളുകൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനുള്ള ശേഷി കൂടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് 2021 ഗവൺമെൻറ് തുടർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മുഖ്യധാര ചാനലുകളൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചയുടെ ഹെഡ്ലൈൻ നമുക്കത് ചരിത്രത്തിൽ അതെല്ലാം ഇങ്ങനെ ആ കാർഡുകൾ മാത്രം എടുത്ത് ബൈൻഡ് ചെയ്ത് വെക്കേണ്ടതാണ്. നാളെ ജേർണലിസം പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു റെഫറൻസ് ഗ്രന്ഥമാക്കി മാറ്റാവുന്നതാണ്. അതിൻ്റെ ഹെഡ്ലൈൻ മാത്രം മതി, വേറെ ഉള്ളടക്കത്തിലേക്ക് അധികം പോകേണ്ട കാര്യമില്ല. ഓരോ കാർഡും അപ്പോൾ അതിനൊക്കെ ആളുകൾ പുല്ലുവിലയെ കൊടുക്കുന്നുള്ളൂ. ഞാൻ ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദഗ്ധന്മാർ ചർച്ച ചെയ്യും. അപ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചു. അതായത് അപ്പോൾ അത് എൻ്റെ ഒരു സുഹൃത്തും പറഞ്ഞു, കഴിഞ്ഞ 4 വർഷമായി സർക്കാർ ഈ പദ്ധതിയുമായി നടക്കുന്നുണ്ട്. അപ്പോൾ 4 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം പിന്നെ 4, 3, 12, 1200 ദിവസങ്ങൾ, 1500ഓളം ദിവസങ്ങൾ. കേരളത്തിൽ 6 ചാനലുകൾ, വാർത്താ ചാനലുകളുണ്ട്. ഇവരെല്ലാവരും എല്ലാ ദിവസവും ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 9000 ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. ഒരു ദിവസം പോലും ഇപ്പോൾ വിദഗ്ധന്മാർ ചോദിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ എവിടെ എന്നുള്ളതാണ്. ഈ ഒരു ദിവസം പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ മാനദണ്ഡങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒരു ദിവസം പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ അതിദാരിദ്ര്യമുക്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ള വിമർശനം ഞാനും പങ്കുവെക്കുന്നതാണ്. പക്ഷെ അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്, അതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാകും, ആളുകൾക്ക് അതൊക്കെ മനസ്സിലാകും എന്നുള്ളത്. നിങ്ങൾക്കത് അത്ര തന്നെ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്? ഞങ്ങൾക്കതിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങളുടെ എല്ലാം കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ആളുകൾക്ക് എന്തും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അത്യാവശ്യം ഡാറ്റകൾ എടുക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള ആ മൊബൈൽ ഫോണിൽ എൻ്റെ ചോദ്യം അതാണ്. ഡിവൈഎഫ്ഐയും കേരളത്തിൽ ലെഫ്റ്റും ഒക്കെ ഉണ്ടോ? നിങ്ങളുടെ പ്രസൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ചിലപ്പോൾ ചില ആളുകളൊക്കെ അത് കാണാൻ കഴിയുന്നില്ല എന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ. അത് കാണണമെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിമർശനം ഉണ്ടാവുന്നു. അപ്പോൾ അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വന്നു. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഇതെപ്പോഴാണ് ഈ സർവേ നടത്തിയത്, ഇതാരാണ് ഈ സർവേ നടത്തിയത്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഇന്നലെ കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലോ. മന്ത്രിയുടെ പത്രസമ്മേളനത്തിലുണ്ട്, മുഖ്യമന്ത്രിയുടെ കുറിപ്പിലുണ്ട്. അപ്പോൾ അത് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ട്. പിന്നെ ഈ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ച് കാര്യങ്ങളെ ഇടപെടുന്ന ആൾക്ക് പിന്നെ അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ള ആളുകൾക്ക് ഇതെല്ലാം ബോധ്യമാവുന്നുണ്ട്. അതിലൊന്നൊരു ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ആ കാര്യത്തിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഒരു എന്തായിരിക്കും ഇടതുപക്ഷ മുന്നണി മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരു 3ാമത്തെ പ്രാവശ്യവും കൂടി അധികാരത്തിൽ വരുന്ന എന്തിനാണ്? ഒരു പ്രാവശ്യം LDF ഒന്ന് പുറത്തിരുന്നു കൂടെ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങളെങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്? ഞങ്ങൾ ഈ ഭരണത്തെ സമരത്തിൻ്റെ ഭാഗമായി കാണുന്നവരാണ്. അല്ലാണ്ട് ഭരണം വേറെ സമരം വേറെ എന്ന നിലയിൽ കാണുന്നില്ല. ഭരണത്തെയും സമരമായി തന്നെയാണ് കാണുന്നത്. ഇപ്പം സമരം എന്താണ്? കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുക. അത് ഭരണത്തെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിൻ്റെ വിജയപ്രഖ്യാപനമാണ് ഇന്ന് മുഖ്യമന്ത്രി അവിടെ നടത്തിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ. പിന്നെ എന്താ പറയുക, ഈ പാർട്ടിയെ ബാധിച്ചു എന്ന് പറയുന്ന പാർട്ടിയുടെ ഇടതത്വം നഷ്ടപ്പെട്ടു. ഈ PM ശ്രീയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയുടെ ഇടതു സ്വഭാവം നഷ്ടപ്പെട്ടു, അത് വലതുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ ഇപ്പം VD സതീശൻ പറഞ്ഞു ഞങ്ങളാണ് ശരിയായ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നു. ഈ വിമർശനത്തിന് ടേക്കേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ വിമർശനം മുന്നോട്ട് വെക്കുന്നവരാരാണ്? ഒന്ന് പ്രധാനമായിട്ടും വലതുപക്ഷ ആശയക്കാരാണ്, ഒന്ന് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില മാധ്യമ ആളുകളാണ്. അവരെല്ലാം നേരത്തെ ഇടതുപക്ഷം വന്ന കാലത്ത് എന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? പോട്ടെ, ഇപ്പോൾ 2ാമത് പിണറായി വന്നപ്പോൾ പറഞ്ഞു 1ാം പിണറായി ആയിരുന്നു നല്ല ഭരണം, 2ാം പിണറായി അത്ര പോരാ. 1ാം പിണറായിയുടെ കാലത്തെ മന്ത്രിമാരായിരുന്നു മികച്ച മന്ത്രിമാർ അല്ലേ? എന്നാൽ 1ാം പിണറായിയുടെ കാലത്തെ മന്ത്രിമാരെക്കുറിച്ച് എന്താ പറഞ്ഞത്? കോവിഡ് കള്ളി അല്ലേ, മറ്റേ കന്നഡ വാങ്ങിയതിൽ അഴിമതി നടത്തിയ മന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങളുടെ
പെരുമഴയാണ് ഒന്നാം പിണറായി കാലത്തുണ്ടായത്. ഒന്നാം പിണറായി കാലത്ത് പറഞ്ഞു യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ വി എസ് ആയിരുന്നാണ് പറഞ്ഞു. അപ്പോൾ വി എസിൻ്റെ കാലത്തെന്ന് പറഞ്ഞത് വി എസ് ഒന്നും പോരാ, അതൊക്കെ ജനകീയ മുഖ്യമന്ത്രി നായനാരായിരുന്നു എന്നാണ് പറഞ്ഞത്. നായനാരുടെ കാലത്ത് പറഞ്ഞത് അതൊക്കെ അച്യുതമേനോനായിരുന്നു മികച്ചത്. അച്യുതമേനോൻ്റെ കാലത്ത് പറഞ്ഞത് അതൊക്കെ EMSൻ്റെ കാലം. EMSനെ വിളിച്ചത് കക്കാ വിക്കാ നമ്പൂരി എന്നാണ്. അതുകൊണ്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ഇടതുപക്ഷത്തെ നന്നാക്കി കളയാം എന്ന വ്യാജേന നടത്തുന്ന ഉപദേശങ്ങൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഇപ്പം എങ്ങനെയെങ്കിലും ഈ അധികാരത്തിൽ നിന്നും പുറത്താക്കി ആരാ ഇവിടെ വരേണ്ടത്? ആര് വരണം എന്നാ പറയുന്നത്? BJPക്ക് അവസരം ഒരുക്കി കൊടുക്കണോ? ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസിന് അവസരം ഒരുക്കി കൊടുക്കണോ? എന്തായിരുന്നു കോൺഗ്രസ്സിന് ഭരണം കിട്ടിയപ്പോഴുണ്ടായിരുന്ന കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റുമോ? കുട്ടികൾക്ക് TV തുറക്കാൻ പറ്റുമായിരുന്നു? TV തുറന്നാൽ എന്താണ് പുറത്തു വരിക എന്നല്ലേ? ഭരണം ഇല്ലാത്തപ്പോൾ തന്നെ ഒരു യുവ MLA ധാർഷ്ട്യവും അയാളുടെ ഇടപെടൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവർക്കൊക്കെ ഭരണം കൂടി കിട്ടിയാൽ എന്തായിരിക്കും ചിത്രം? അപ്പോൾ ഇവിടെ ഇടതുപക്ഷം 10 വർഷം ഭരിച്ചതുകൊണ്ട് എന്താണ് കേരളത്തിലുണ്ടായ നേട്ടമെന്നും എന്താണ് കോട്ടമെന്നും വസ്തുതകളെ വെച്ച് വിശകലനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും 11 ലക്ഷം കുട്ടികൾ കേരളത്തിൻ്റെ സ്കൂളുകളിലേക്ക് മാറിച്ചേർന്നു. 5000 കോടി കൊടുത്തു. 90,000 കോടി കിഫ്ബി വികസനം, 1,200 പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ. ദേശീയപാതക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയ ദേശീയപാതയുടെ ഓഫീസ് തുറപ്പിച്ച് 6,000 കോടി കൊടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞതെന്നറിയോ? കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ 2 വെല്ലുവിളികളാണ്. ഈ 2 വെല്ലുവിളിയും അദ്ദേഹം തരണം ചെയ്താൽ ഞാൻ അംഗീകരിക്കും എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അർത്ഥം അയാളിപ്പോടെയുള്ള അറിയില്ല. ഏതായാലും അയാളുടെ ഉറച്ച ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൽ ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാത സ്ഥലമേറ്റെടുക്കലും നടക്കില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അസാധ്യമെന്ന് വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാക്കി കൊടുത്ത ഒരു ഗവൺമെൻറ്റിന് കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് മാത്രമല്ല ആളുകൾ അംഗീകരിക്കുക. ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉദിക്കില്ല. അതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. എന്ത് കക്ഷി രാഷ്ട്രീയം? 600 രൂപയുള്ള പെൻഷൻ 2,000 രൂപയാക്കി അത് 2,500 ആക്കും എന്ന് പറയുന്നതിന് അതിൽ പിന്നെ എന്ത് കക്ഷി രാഷ്ട്രീയം വന്നിന്? ആളുകളുടെ ജീവിതത്തെ തൊട്ടറിയല്ലേ. 5 ലക്ഷം ആൾക്കല്ലേ പട്ടയം കൊടുത്തത്? 5 ലക്ഷം ആളുകൾക്ക്. അതൊക്കെ ഒരു നിശബ്ദ വിപ്ലവമല്ലേ? ഈ കേരളത്തിലെ ഓഫീസ് സംവിധാനം മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യല്ലേ? ഇപ്പോൾ കല്യാണ പന്തലിൽ വെച്ചിട്ടല്ലേ വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ആളുകൾ. പണ്ടെന്തായിരുന്നു? പണ്ട് എനിക്ക് ഓർമ്മ, ഞങ്ങളൊക്കെ സഹോദരിമാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് വിവാഹ സൽക്കാരം വെക്കണം, എന്നിട്ട് 2 സാക്ഷികളെ പുറത്തുനിന്ന് കൂട്ടണം, ഒരു പ്രത്യേക വണ്ടിയാക്കിയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകണം, അവിടെ ആളുകൾക്കെല്ലാം മറ്റേ ലഡുവും മധുരപലഹാരമൊക്കെ കൊടുക്കണം. ഒരു ചടങ്ങും സമയവും സാമ്പത്തികവും എല്ലാം നമുക്ക് പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. വിവാഹ പന്തലിൽ വെച്ച് ലാപ്ടോപ്പ് എടുക്കുന്നു, വലിയ മൊബൈൽ ഫോൺ എടുക്കുന്നു, വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് ആവുന്നു. ഇത് കേരളത്തിലുണ്ടാകുന്ന പുതിയ മാറ്റമാണ്. അപ്പോൾ ഇതിനെ ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷത്തിൻ്റെ ഒരു ഗതികേട് നോക്കിയേ. പ്രതിപക്ഷം കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യം ആ പ്രതിപക്ഷത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? കോടതിയിൽ പോയപ്പോൾ കോടതി എടുത്ത് തോട്ടിലിട്ടു. ജനങ്ങളുടെ കോടതിയിൽ അത് നടപ്പായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രതിപക്ഷ നിര എന്ന് പറഞ്ഞാൽ തമ്മിലടിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയില്ലേ. ഇന്നിപ്പോൾ എനിക്കൊന്ന് KPCC ഓഫീസ് എന്തോ യോഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ നേരത്തെ കണ്ടത് അവിടെ മിക്കവാറും പോലീസിൻ്റെ സഹായം ഇന്ന് വേണ്ടി വരും എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാവാൻ MP മാർ മത്സരിക്കുന്നു, മുഖ്യമന്ത്രിയാവാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇങ്ങോട്ട് വരുന്നു, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വേറൊരു ഭാഗത്തു നിന്ന്, മുൻ KPCC പ്രസിഡന്റ് വേറൊരു ഭാഗത്ത്, പഴയ KPCC പ്രസിഡന്റ് വേറൊരു ഭാഗത്ത്, മൊത്തത്തിൽ ആളുകളിങ്ങനെ തങ്ങി നിൽക്കുകയല്ലേ. ഒരു നേതൃത്വമില്ല. കേരളത്തിലെ കോൺഗ്രസ്സിന് ആശയപരമായ അടിത്തറയില്ല, ശക്തമായ ഒരു നേതൃത്വമില്ല, ഒന്നുമില്ല. എങ്ങനെ ആര് വിശ്വസിക്കും ഇവരെ? പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം കൊണ്ട് നിങ്ങൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ അതിദാരിദ്ര്യ വിമുക്തി, ഇന്ന് ആ VD സതീശൻ ആ കേരളത്തിൻ്റെ ആ ഏറ്റവും അഭിമാനമായിട്ടുള്ള ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അതിനെ അനുകൂലിച്ച് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അന്തസ്സ് ഉയരൂലേ? അതിന് പകരം എന്താ പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെൻഷൻ കൂട്ടിയപ്പോൾ
രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? 2021 പെൻഷൻ കൂട്ടിയപ്പോൾ പറഞ്ഞു ഇത് 2021 മെയ് മാസം ഏപ്രിൽ മാസം ഞങ്ങൾ അധികാരത്തിൽ വരുന്ന ഞങ്ങളുടെ തലയിൽ ഇവർ പണി തന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾക്ക് കോൺഗ്രസോട് സ്നേഹമുണ്ട്, കാരണം ഇവർ കഷ്ടപ്പെടേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ കൂട്ടിയ പെൻഷനെല്ലാം പിണറായി തന്നെ കൊടുത്ത് മുടിയട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ച്. അതുകൊണ്ട് 2026 ചെന്നിത്തലക്കും പിന്നെ വി ഡി സതീശനും KC വേണുഗോപാലിനും ഈ അധിക പെൻഷൻ്റെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷനും അവരെ അടിച്ചേൽപ്പിക്കൂല. അതെല്ലാം പിണറായിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോ ചെയ്യട്ടെ എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിധിയെഴുത്തേണ്ടത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവും ആ കൂട്ടത്തിൽ? അല്ല, അതെല്ലാം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുകയുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം LDF സർക്കാരിൻ്റെ പ്രവർത്തനവും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന ദൗർബല്യവും രണ്ടും കൂടി ഇപ്പോൾ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ ആശ്വാസ പ്രവർത്തനങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ആ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മവിശ്വാസം. വളരെ നന്ദി, താങ്ക്സ്.